ഈ മണ്ഡലത്തിൽ ഇപ്പോൾ പരസ്യ സംവാദം അത് വലിയ ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ നേരത്തെ മിനിസ്റ്റർ സ്ഥലവും തീയതിയൊക്കെ നിശ്ചയിച്ചിരുന്നു. അതിൽ അസൗകര്യമുണ്ട് എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പറയുന്നത്. നാളെ പ്രധാനമന്ത്രി വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രധാനമന്ത്രി വരുമ്പോൾ തീർച്ചയായിട്ടും ആ പരിപാടി ഒഴിവാക്കേണ്ടതാണ്, ഞങ്ങളുടെ പരിപാടി ഒഴിവാക്കേണ്ടതാണ്. ഞാനൊരു സമയവും ഒരു സ്ഥലവും പറഞ്ഞല്ലോ. ഇനി അദ്ദേഹം ഒരു സ്ഥലവും സമയവും പറയട്ടെ. അത് ഏത് ദിവസമാണെങ്കിലും എനിക്കത് അംഗീകരിക്കുവാനും അതിൽ പങ്കെടുക്കുവാനും ഞാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം ധാരണയില്ല. ഇപ്പോൾ BJPയുടെ പ്രവർത്തകർക്ക് നാട്ടിൽ ചെന്ന് ഒരു വികസനം നടക്കുന്നില്ലെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. 5 വർഷക്കാലം ശ്രീ ഒ രാജഗോപാൽ സാറ് MLA ആയിരുന്ന അവസരത്തിലും അതിനുശേഷം ഞാൻ 5 വർഷക്കാലം MLA ആയിരുന്ന അവസരത്തിലും തമ്മിൽ താരതമ്യപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇത് ചരിത്രത്തിലില്ലാത്ത വികസന പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. ആദ്യം അദ്ദേഹം അത് അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. അദ്ദേഹം ഒരു കാര്യം സംബന്ധിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. കേന്ദ്ര നൈപുണ്യ വികസന സഹമന്ത്രിയായിരുന്ന അവസരത്തിൽ കേരളത്തിന് വേണ്ടിയോ നിയമമണ്ഡലത്തിന് വേണ്ടിയോ ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു മലയാളിയാണെന്നാണല്ലോ പറയുന്നത്. കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടി. അത് അദ്ദേഹം സമ്മതിച്ചതിൽ അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ കുറ്റസമ്മതത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന് നിയമം, റെയിൽവേ, ആ വികസനം ഒന്നും നടക്കുന്നില്ലല്ലോ. അവർ മറുപടി പറയണമല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ നിയമത്തുകാരോട്. ആ വികസനം ഒന്നിപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്.